ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നോമ്പുതുറ അറേഞ്ച് ചെയ്തതാണ് കാണിക്കുന്നത്. കൂടാതെ ഇതിൽ ഞാൻ 3 സ്നാക്സിൻ്റെയും 2 പുഡിങ്ങിൻ്റെയും റെസിപ്പി കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചില റെസിപ്പീസൊക്കെ പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇത് ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അത് ഞാൻ നേരത്തെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് സോസേജ് ഫ്രൈ ചെയ്തു. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ചെറുതായിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം സമൂസ ഷീറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ചീസും വെക്കുന്നുണ്ട്. അൽമറായിയുടെ സ്ക്വയർ ചീസിൻ്റെ ഒരു ചെറുതായിട്ടൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഞാനിതിൽ വെക്കുന്നത്. ആക്ച്വലി മോളാണ് അതിനെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. മോൾക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് ഞാനിവിടെ സവാള വഴറ്റി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, എന്നിട്ട് ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അത് ക്രഷ് ചെയ്തെടുത്തു. ഇതെല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അതെന്ത് ചെയ്തു കുഴച്ചെടുത്തു. എന്നിട്ടൊരു ബോൾ ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആക്കിയിട്ടെടുത്തു. എന്നിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു. സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് ഫ്രൈ ചെയ്തെടുത്തത്. നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ റെസിപ്പിയല്ല, ഇക്കാടെ റെസിപ്പിയാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും സവാളയും കൂടെ വഴറ്റിയതിന് ശേഷം മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ യോക്ക് മാത്രം എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തു. എന്നതിന് ശേഷം മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ കടലമാവും മൈദാമാവും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി പിന്നെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഉരട്ടിയായിരുന്നു. കൈയുരട്ടി എന്ന് പറയും. അത് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു പാനിൽ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അതായത് കുക്ക് ചെയ്യാത്ത പുഡിങ്ങാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് കാരമൽ കസ്റ്റാർഡ് എടുക്കുന്നുണ്ട്. ഇതിലോട്ട് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അര ഗ്ലാസ് പാൽ, അല്ലെങ്കിൽ 1 കപ്പ് പാലെടുത്താലും കുഴപ്പമില്ല. കാരണം ഒരു പാക്കറ്റിന് അര കപ്പ് പാലാണ്. പിന്നെ ആ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. പിന്നെ തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഇതിലോട്ട് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് ഹാഫ് മാറ്റിയിട്ട് വേറൊരു കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോബെറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രോബെറി ചെയ്യുന്നത് സ്ട്രോബെറി ജെല്ലിയിൽ പൗഡറിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം തലേന്ന് തന്നെ ഞാൻ തണുപ്പിച്ചെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഹാഫ് ബ്ലെൻഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട് പകുതി ഞാൻ സ്ട്രോബെറി ആക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇനി ഇത് ലെയർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലോട്ട് ബിസ്ക്കറ്റ് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ മധുരം വേണം, തോനെ വേണം എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഓൾറെഡി വിപ്പിങ്ങിൻ്റെ പൗഡറിലൊക്കെ മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ലെയർ ഇതിൻ്റെ വൈറ്റ് കളർ തന്നെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ലെയർ സ്ട്രോബെറി ഇതുപോലെ ആക്കിയതിന് ശേഷം ബാക്കിയുള്ളതിനകത്ത് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഈ സ്ട്രോബെറി ജെല്ലി ഞാൻ ഇതിൽ ബ്ലെൻഡ് ചെയ്തതാണ് സെക്കൻഡ് ലെയർ. ക്യാമറയിൽ കാണാൻ കളർ കുറവാണ്. ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര റെഡ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. മുകളിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, ചോക്ലേറ്റ്സ് മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സാണ് ലെയർ ചെയ്യുന്നത്. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മണിക്കൂറൊക്കെ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം. എന്നാലേ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട, വളരെ എളുപ്പമാണ്. ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ വേറൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മാംഗോ ജെല്ലി പൗഡർ എടുക്കുന്നുണ്ട്, കാരമൽ കസ്റ്റാർഡ് എടുക്കുന്നുണ്ട്, വിപ്പിംഗ് പൗഡറും എടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ്. അപ്പോൾ 1 ലിറ്റർ പാൽ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം വേണ്ടി വരും, കാരണം 1 ലിറ്റർ പാലല്ലേ എടുത്തിരിക്കുന്നത്. അപ്പം മധുരം വേണം, പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം, കണ്ടിന്യൂസ് തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് തിളച്ച് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറുകി വരണം. പക്ഷേ ഇതങ്ങനെ കുറുകി വരണ്ട, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം അത് പുഡിംഗ് ട്രേയിലോട്ട് സെറ്റ് ചെയ്യാം. ബിസ്ക്കറ്റ് വെച്ച് ലെയർ ചെയ്യാം, കേക്ക് വെച്ച് ലെയർ ചെയ്യാം, ഫ്രൂട്ട്സ് വെച്ച് ലെയർ ചെയ്യാം. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല, പ്ലെയിനായിട്ട് തന്നെ, അതായത് ക്യാരമൽ ഒഴിച്ച് കൊടുത്തിട്ട് ഡയറക്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തത് മാംഗോൻ്റെ ജെല്ലി ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അതൊരുമാതിരി പിരിഞ്ഞതുപോലെയാവും. അല്ലെങ്കിൽ ഒന്ന് പാല് തിളച്ച് വരുമ്പോൾ ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ മധുരത്തിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. കാരണം ഇതിന് മധുരം ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ മധുരം നമുക്ക് അറിയാൻ പറ്റത്തില്ല, ടേസ്റ്റ് കിട്ടത്തില്ല മധുരത്തിൻ്റെ. ഇവിടെ ഞാൻ ബിസ്ക്കറ്റും കേക്കൊന്നും ലെയർ ചെയ്യാഞ്ഞത്, കുട്ടികൾക്ക് ഒന്നും ഇടാതെ പ്ലെയിൻ ആയിട്ട് തന്നെ ഉള്ള മാംഗോൻ്റെ കസ്റ്റാർഡാണ് ഇഷ്ടം. അത് നല്ല ടേസ്റ്റാണ്, അതങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 5 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. പിന്നെ ഉണ്ടാക്കിയത് മക്രോണി പാസ്ത ആയിട്ടുണ്ടാക്കി, പിന്നെ ചൂടോടെ അപ്പം ചുട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.